പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഭരണിക്കാവിൽ സ്വീകരണം നൽകി. UDF പ്രതിപക്ഷമല്ലെന്നും അധികാരത്തിലേക്ക് എത്തുന്ന മുന്നണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് MP സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പതിനായിരങ്ങളുടെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സമ്മേളന വേദിയിലേക്ക് ജനങ്ങളുടെ അകമ്പടിയോടുകൂടി പേരെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കുന്നത്തൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ താൻ തുടർച്ചയായി നേരിട്ടെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. UDFന്റെ പുതുയുഗ യാത്രയ്ക്ക് ഭരണിക്കാവിൽ നൽകിയ കുന്നത്തൂർ നിയോജകമണ്ഡലം തല സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. UDFന് പ്രതിപക്ഷമല്ല, അധികാരത്തിലേക്ക് എത്തുന്ന മുന്നണിയാണ്. സമസ്ത മേഖലകളിലും വികസനം ഉറപ്പാക്കി പണം കൊണ്ട് UDF കേരളത്തിന്റെ ഖജനാവ് നിറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്. കോടികളാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല, മരുന്ന് പുറത്തേക്ക് എഴുതിയ മരുന്ന് വിതരണ കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. KSRTC നമ്മൾ ഭരിക്കുമ്പോൾ 47,000 ജീവനക്കാരുണ്ടായിരുന്നു. ഇപ്പൊ എത്രയെന്നറിയാം? 22,000. താഴോട്ട് പോവാൻ 5,000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് 2,000-ആയി. വൈദ്യുതി ബോർഡ് നമ്മൾ ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ലാഭത്തിലാക്കി 22 പൈസ കുറച്ചു കൊടുത്തൊരു യൂണിറ്റിന്. ഇപ്പോൾ എത്രയെന്നറിയാമോ? 50,000 കോടി രൂപയുടെ കടമാണ്. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 5ാമത്തെ പ്രാവശ്യം കൂട്ടാൻ വേണ്ടിയിരിക്കുന്നു. ഇവരുടെ ദുർഭരണത്തിന്റെ മുഴുവൻ ആഘാതവും ഏൽക്കേണ്ടത് സാധാരണക്കാരാണ്. സ്വീകരണ യോഗം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ചടയമംഗലം കൊട്ടാരക്കരയിൽ ലഭിച്ച ആവേശോജ്വലമായ വികാരനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കുന്നത്തൂരിന്റെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. യാതൊരു സംശയമില്ല, കുന്നത്തൂർ മാറാൻ പോകുന്നു, മാറിയിരിക്കും എന്ന് ഈ വ്യക്തമാക്കുന്ന ഒരു സ്വീകരണ സമ്മേളനം. UDF നിയോജകമണ്ഡലം ചെയർമാൻ സുഭാഷ് അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP, CP ജോൺ, VK ശ്രീകണ്ഠൻ MP, ഷാനിമോൾ ഉസ്മാൻ, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, PC വിഷ്ണുനാഥ് MLA, G ദേവരാജൻ, ഉല്ലാസ് കോവൂർ, MM നസീർ, സുൽഫിക്കർ സലാം, BN ഹസ്കർ, വാക്കനാട് രാധാകൃഷ്ണൻ, മാങ്കോട് രാധാകൃഷ്ണൻ, കുറ്റിയിൽ ഷാനവാസ്, കാരക്കട്ടനിൽ Y ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. ഒരുപക്ഷെ കേരളത്തിന്റെ വികസനോന്മുഖ ചരിത്രം വിവിധ പ്രദേശങ്ങളിൽ പരിശോധിച്ചു നോക്കിയാൽ അനന്തമായ വികസന മുന്നേറ്റത്തിലേക്ക് നാടിന്റെ വിവിധ പ്രദേശങ്ങൾ കുതിക്കുമ്പോ ഒരുപക്ഷെ 1996 ഈ കുന്നത്തൂർ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് ഒരു പാർലമെന്റ് അംഗമായി വരാൻ അവസരമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളും 25-30 വർഷം കഴിയുമ്പോഴുള്ള സ്ഥിതി പരിശോധിച്ചാൽ ഘടനാപരമായി എന്തു മാറ്റം സംഭവിച്ചു എന്ന് ഗവേഷണ കൗതുകത്തോടുകൂടി പരിശോധിച്ചാൽ ഒരു ചുക്കും നടക്കാത്ത ഒരു നിയോജക മണ്ഡലമാണ് കുന്നത്തൂർ നിയമസഭാ നിയോജക മണ്ഡലം എന്നുള്ളത്. രാഷ്ട്രീയത്തിനതീതമായി, മുന്നണി വ്യത്യാസത്തിനതീതമായി നാട്ടിലെ ജനങ്ങൾ സമ്മതിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.